MLA ആണ് പങ്കെടുക്കാൻ. ഒരു പൊതു നിബന്ധനയുണ്ട്, ഒരു പൊതു നിലപാടുണ്ട്. തുടക്കത്തിൽ നമ്മൾ അത്ര കണ്ട് ഒരു ശ്രദ്ധ കൊടുക്കും. കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒരു MLA ഫണ്ട്, മുൻ MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഒരു പദ്ധതി, അതിലേക്ക് എൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ സ്ഥല MLA അവഗണിച്ചത് ബോധപൂർവമാണെന്നുള്ളൊരു കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഹോമിയോ ആശുപത്രി പഞ്ചായത്തിന്റെ കീഴിലല്ല, അവിടെ സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടം. അതിൻ്റെ ഉദ്ഘാടനത്തിന് സ്വാഭാവികമായും പ്രോട്ടോക്കോൾ അനുസരിച്ചായാലും മറ്റായാലും MLA ആണ് പങ്കെടുക്കേണ്ടത്. ഞാൻ ഉദ്ഘാടനത്തിന് വേണ്ടി പറയുകയല്ല. പക്ഷേ വളരെ ആസൂത്രിതമായി ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി MLA ഒഴിവാക്കുക, BJPയുടെ MLA ഒഴിവാക്കുക എന്നത് ഇത്തരം സർക്കാർ പരിപാടികൾക്ക് യോജിച്ചത് അല്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ജനപ്രതിനിധികൾ, കലുവാക്ക ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളടക്കം അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ അവർക്ക് രാഷ്ട്രീയമുണ്ട്, MLAക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ സർക്കാർ പരിപാടികൾക്ക് ഒരു പൊതു നിബന്ധനയുണ്ട്, ഒരു പൊതു നിലപാടുണ്ട്. അതനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. പലപ്പോഴും നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടോ അപ്പോൾ BJP നേതാക്കൾക്ക്? അല്ലെങ്കിൽ അങ്ങനെ അല്ല, ഇതിപ്പോൾ ഞാൻ MLA ആയിട്ട് ആദ്യത്തെ ഒരു ഉദ്ഘാടനമാണ്. അപ്പോൾ അവിടെ തുടക്കത്തിൽ ഇങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള നിലപാട്. അത് പിന്നീട് എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കും. സർക്കാർ പരിപാടികൾ എങ്ങനെ നടത്തണമെന്നത് MLAയും കൂടി തീരുമാനിക്കുന്നതാണ്. അത് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ അത്ര കണ്ട് ഒരു ശ്രദ്ധ കൊടുത്തിട്ടില്ല. നമുക്ക് രാഷ്ട്രീയപരമായിട്ട് നമുക്കുണ്ടാവാം, എങ്കിൽ തന്നെ ഇങ്ങനെ രാഷ്ട്രീയപരമായി എതിർക്കാം. പക്ഷെ സർക്കാർ പരിപാടികൾക്ക് ഒരു പൊതു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ആവർത്തിക്കപ്പെട്ടാൽ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടും, ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതും കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രീതിയിലാണ് ഭരിക്കുന്നത്. ഈ കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ, കഴിഞ്ഞ ദിവസം BJPയുടെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഒരു പിൻവാതിൽ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അതെ, അത് പഞ്ചായത്ത് BJPയുടെ അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിക്കകത്തും പുറത്തും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് ഈ പഞ്ചായത്ത് സമിതി പോകുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജനപ്രതിനിധികളുടെയും പാർട്ടിയുടെയും നേതൃത്വത്തിൽ ജനവിരുദ്ധ പരിപാടികളുമായി പോകുന്ന പഞ്ചായത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. ഇത് കേരളത്തിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന, അതാത് പാർട്ടിക്കാർ വരുമ്പോൾ അവരെ സ്വന്തം ഇഷ്ടക്കാരെ പൊതു ഖജനാവിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിയമിക്കുക, അവർക്ക് വേണ്ടുന്ന രാഷ്ട്രീയപരമായ സംരക്ഷണം കൊടുക്കുക. ഇത് ഒരു പൊതു ഖജനാവിൻ്റെ പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയെന്നോ ഭരണാധികാരികൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്.